നമസ്കാരം. അവസാനം കോട്ടയത്തെ കേരള കോൺഗ്രസിലെ പ്രശ്നത്തിന് പരിഹാരവുമായി PJ ജോസഫ് തന്നെ മുന്നോട്ട്. ഉമ്മൻചാണ്ടി കോട്ടയത്ത് മത്സരിക്കട്ടെ, പ്രശ്നപരിഹാരത്തിന് ജോസഫിന്റെ ബദൽ ഇതാണ്. ലോക്സഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ നിർദ്ദേശങ്ങളുമായി PJ ജോസഫ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലേക്ക് എത്തി. കോട്ടയം, ഇടുക്കി സീറ്റുകൾ വെച്ചുമാറണമെന്നതടക്കമുള്ള 3 നിർദ്ദേശങ്ങളാണ് ഇന്ന് PJ ജോസഫ് മുന്നോട്ട് വെച്ചത്. കോട്ടയം സീറ്റ് കോൺഗ്രസിന് നൽകി ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിന് നൽകുക എന്നതാണ് ആദ്യ നിർദ്ദേശം. എന്നാൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാണി ഇതിന് വഴങ്ങില്ല. കോൺഗ്രസിന് ഇക്കാര്യം ആവശ്യപ്പെടാനും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ മാണി സീറ്റ് വിട്ടുതരുമെന്നാണ് ജോസഫിന്റെ വാദം. അങ്ങനെ വരുമ്പോൾ ഇടുക്കിയിൽ തനിക്കും മാണിക്കും ഒരുപോലെ സ്വീകാര്യനായ ആളെ മത്സരിപ്പിക്കാൻ സാധിക്കുമെന്നും ജോസഫ് വിശ്വസിക്കുന്നു. കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ അനുകൂലിക്കുന്നവർ വിട്ടുപോകുകയാണെങ്കിൽ അതിന് പിന്തുണ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ജോസഫ് ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും സന്ദർശിച്ചപ്പോൾ മുന്നോട്ട് വെച്ചത്. അതേസമയം പിളർന്നാലും ഇല്ലെങ്കിലും UDF-ൽ നിന്ന് വിട്ടുപോകില്ലെന്ന് ജോസഫ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. കോട്ടയത്ത് റിബലായി മത്സരിക്കാൻ PJ ജോസഫ് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കില്ലെന്ന് അറിഞ്ഞതോടെയാണ് അദ്ദേഹം മറ്റു നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കോട്ടയത്ത് മാണി നിലവിൽ പ്രഖ്യാപിച്ച തോമസ് ചാഴിക്കാടിന്റെ പ്രചാരണത്തിന് സജീവമായി ഇറങ്ങണമെന്ന കോൺഗ്രസ് നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വൈകിട്ട് മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും ജോസഫ് കാണും. UDF നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലെത്താമെന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ ജോസഫിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ കേരള കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കം കോൺഗ്രസിനെയും തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. 20 മണ്ഡലത്തിലും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ 1ാം വട്ട പര്യടനം അവസാനിച്ചിട്ടും ഇതുവരെയും കോൺഗ്രസിന് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നല്ല പെരുമാറ്റവും അച്ചടക്കവും ഉള്ള സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും. ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും ജ്യോതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയവരാണ്. എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട്? നമ്മുടെ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടോ? ഏട്ടന് ഒരേ നിർബന്ധം, ഇവിടം വരെ ഒന്ന് വരണോന്ന്. ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി, അതാ വന്നത്. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല, നല്ല പെരുമാറ്റം കൂടിയാണ്. സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം, ഞാൻ ഗ്യാരണ്ടി. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്.